കാഴ്ചയിലെ ആകാശം കണ്ടപ്പോ എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന്. എന്നതാ മുഖത്തെ മേഘപാളികൾക്ക് ഒരുതരം മൂടൽ. വിശദീകരണം കിട്ടാൻ നിന്റെ ISROയിലെ ഏതെങ്കിലും നായരെ ഞാൻ വിളിച്ച് ചോദിക്കണം. 11 മണി കഴിഞ്ഞിട്ടും ഒരെണ്ണം പോലും അടിക്കാത്ത നീയൊക്കെ എവിടത്തെ കള്ളൂടിയനാടാ? കൊള്ളാം, നല്ല കാമുകി. എന്നും ഇങ്ങനെ തന്നെ വേണം. അതിരിക്കട്ടെ, ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണാവോ? അതൊക്കെ ഉണ്ടടാ മോനെ. ഇനി മുതൽ ഈ ഹെലൻ വർഗീസ് ഡോക്ടർ ഹെലൻ വർഗീസ് ആണ്. മനസ്സിലായോ? അതിനിടയ്ക്ക് നീ ഡോക്ടറോ ആയോ? അതേതായാലും നന്നായി. വല്ലപ്പോഴൊക്കെ എനിക്ക് എന്റെ ലിവർ ഒന്ന് ചെക്ക് ചെയ്യാം. ആ ഡോക്ടർ അല്ല മോനെ ഈ ഡോക്ടർ. ഇത് നിന്റെ ആമാശയം ചെക്ക് ചെയ്യുന്ന ഡോക്ടർ അല്ല, ആകാശം പരിശോധിക്കുന്ന ഡോക്ടറാ. ഡോക്ടറേറ്റ്, PhD, ISROയിലെ ജൂനിയർ സയന്റിസ്റ്റുകളിൽ ആദ്യം ഡോക്ടറേറ്റ് കിട്ടിയ ആളാ ഞാൻ. ആ ക്രെഡിറ്റ് കിട്ടിയ വകയില് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. സംശയിക്കണ്ട, ചെലവൊക്കെ എന്റെ വകയാ. നിന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അതല്ല, അവിടെ നിന്റെ ഡാഡിയും മമ്മിയും ഒക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് നിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഞ്ചിന് വേണ്ടി. കാലങ്ങൾക്ക് ശേഷം പൊന്നാരമോള് വടക്കൻ വീട്ടിൽ തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നതല്ലേ. നമ്മളായിട്ട് എന്തിനാ പഞ്ചില്ലാതാക്കുന്നത്? അതുകൊണ്ട് നീ ആദ്യം അങ്ങോട്ട് ചെല്ല്, എന്നിട്ടാവല്ലോ കറക്കം. അതോർത്ത് എന്റെ മോൻ ടെൻഷൻ അടിക്കണ്ട. ഈ വണ്ടി ഇതുപോലെ അങ്ങ് വെച്ച് പിടിച്ച എവിടം വരെ എത്തും അത് പറ. ഈ ഗിയറിലാണെങ്കിൽ മിനിമം ഒരു പാണ്ടിലോറിക്ക് അടിയിൽ വരെ. പാണ്ടിലോറി എങ്കിൽ പാണ്ടിലോറി.